നമസ്കാരം. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്ക് പണം വളരെ എളുപ്പത്തിൽ വരുന്നത്, പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചാലും പണം കൈവശം നിൽക്കാത്തത് എന്താണെന്ന്? ചിലർക്ക് പണം കിട്ടിയാലും ഉടൻ തന്നെ ചിലവായി പോകും. ചിലർക്ക് അവസരങ്ങൾ തന്നെ വരാറില്ല. ഇത് ഭാഗ്യം കൊണ്ടല്ല, ഇത് പലപ്പോഴും നമ്മുടെ മനസ്സിലെ മണി ബ്ലോക്സ് കൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന പ്രധാന മണി ബ്ലോക്കുകളെ കുറിച്ചാണ്. ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ മണി ബ്ലോക്സുകൾ തിരിച്ചറിയാനും അതെങ്ങനെ മാറ്റിയെടുക്കാമെന്ന് മനസ്സിലാക്കാനും സാധിക്കും. ഇതിൽ ആദ്യത്തെ മണി ബ്ലോക്കാണ് പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ നെഗറ്റീവ് ബിലീഫ്സ് എന്ന് പറയുന്നു. ഇത് നമ്മളിൽ പലരിലും കാണപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ പലപ്പോഴും ബാല്യകാലം മുതൽ പണത്തെക്കുറിച്ച് ചില നെഗറ്റീവ് ധാരണകൾ കേട്ടുവരുന്നു. ഉദാഹരണത്തിന്, പണം സമ്പാദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ധനികനായ ആളുകളെല്ലാവരും നല്ലവരല്ല, പണമുണ്ടെങ്കിൽ ആളുകൾ അഹങ്കാരികളായി മാറും, അവരുടെ സ്വഭാവം മാറും എന്നിങ്ങനെയൊക്കെ. ഈ വാക്കുകൾ പലതവണ കേൾക്കുമ്പോൾ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പതിഞ്ഞു പോകുന്നു. പിന്നെ നമ്മുടെ മനസ്സ് പണത്തെ ഒരു നല്ല കാര്യമായി കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ പണം വരാൻ സാധ്യതയുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് ഉപയോഗിക്കില്ല. പലർക്കും അറിയാതെ തന്നെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഒരു വശത്ത് അവർക്ക് പണം വേണമെന്ന് തോന്നും, പക്ഷെ മറ്റൊരു വശത്ത് അവരുടെ മനസ്സ് പണത്തെ നെഗറ്റീവായി കാണും. ഈ കോൺഫ്ലിക്റ്റ് കാരണം മണിയുടെ എനർജി ഫ്ലോ തടസ്സപ്പെടുത്തുന്നു. അതിനാൽ ആദ്യം നമ്മൾ പണത്തെക്കുറിച്ചുള്ള പഴയ നെഗറ്റീവ് ബിലീഫ്സ് തിരിച്ചറിയുകയും അത് മാറ്റിയെടുക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് പണം സുലഭമായി എത്തുകയുള്ളൂ. പണം ഒരു ദോഷകരമായ കാര്യമല്ല, അതൊരു റിസോഴ്സ് മാത്രമാണ് എന്ന മനോഭാവം ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമത്തെ മണി ബ്ലോക്കാണ് ഫിയർ ഓഫ് ലൂസിംഗ് മണി. പണം നഷ്ടപ്പെടുമോ എന്ന ഭയം. ഇത് പലർക്കും വളരെ ശക്തമായിരിക്കും. ചിലർക്ക് ചെറിയ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കിയ അനുഭവമാകാം. അതിനുശേഷം അവർ കൂടുതൽ കോൺഷ്യസ് ആയി മാറും. ഇതൊരു പരിധിവരെ നല്ലതാണ്, പക്ഷേ അധികം ഭയമുണ്ടെങ്കിൽ അത് ഗ്രോത്തിനെ തടയും. പണം വളരാൻ എപ്പോഴും കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കേണ്ടി വരും. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, പുതിയ സ്കില്ല് പഠിക്കുക, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ട്രൈ ചെയ്യുക, ഇതെല്ലാം ചെറിയ റിസ്ക് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഫിയർ ഓഫ് ലോസ് വളരെ ശക്തമായാൽ ഒരാൾ ഒരു പുതിയ ഫിനാൻഷ്യൽ സ്റ്റെപ്പ് പോലും എടുക്കാൻ തയ്യാറാകില്ല. അതിനാൽ അവർ സേഫ് സോണിൽ തന്നെ നിൽക്കും. സേഫ് സോണിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാം, പക്ഷെ വലിയ ഗ്രോത്ത് സാധാരണയായി ഉണ്ടാകില്ല. അതുകൊണ്ട് മണി മാനേജ് ചെയ്യുമ്പോൾ കോഷൻ വേണം, പക്ഷേ എക്സസീവ് ഫിയർ ഇല്ലാതിരിക്കുക. അത് അത്ര തന്നെ പ്രധാനമാണ്. മൂന്നാമത്തെ മണി ബ്ലോക്കാണ് ഫീലിംഗ് അൺവർത്തി. അതായത്, എനിക്ക് ഇത്ര പണം ലഭിക്കാൻ അർഹതയില്ല എന്നൊരു തോന്നലില്ലേ? ഇത് പലർക്കും ഉണ്ട്. അവർക്ക് സ്വന്തം കഴിവുകളിലും വാല്യൂസിലും വേണ്ടത്ര വിശ്വാസമില്ല. അതിനാൽ വലിയ അവസരങ്ങൾ വന്നാലും അവർ അത് സ്വന്തമാക്കാൻ ധൈര്യപ്പെടില്ല. ഇത് ഇവരുടെ കരിയറിലും ബിസിനസ്സിലും വളരെ വലിയ തടസ്സമാണ് ഉണ്ടാക്കുന്നത്. കാരണം വെൽത്ത് സാധാരണയായി വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് വരുന്നതാണ്. പക്ഷെ ഒരാൾക്ക് ഞാൻ അത്ര വലിയ ആളല്ല എന്ന ധാരണയുണ്ടെങ്കിൽ അവൻ വലിയ അവസരങ്ങൾ വന്നാൽ പോലും സ്വീകരിക്കാൻ തയ്യാറാകില്ല. ഈ മൈൻഡ് സെറ്റ് ഉള്ളപ്പോൾ ഒരാൾ അൺനോയിങ്ലി സ്വന്തം പൊട്ടൻഷ്യൽ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാൽ വെൽത്ത് അട്രാക്ട് ചെയ്യാൻ ആദ്യം നമ്മൾ സെൽഫ് വർത്ത് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ശ്രമം, ഇവയ്ക്ക് വാല്യൂ ഉണ്ടെന്ന് തിരിച്ചറിയുക. ഇവയ്ക്ക് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഫിനാൻഷ്യൽ ഗ്രോത്ത് സാധ്യമാകൂ. നാലാമത്തെ മണി ബ്ലോക്കാണ് ഫിയർ ഓഫ് സക്സസ്. പലർക്കും അറിയാതെ തന്നെ വിജയത്തെക്കുറിച്ചൊരു ഭയം ഉണ്ടാകും. വിജയിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും, കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും, കൂടുതൽ ആളുകളുടെ ശ്രദ്ധ കിട്ടും. ഇത്തരം കാര്യങ്ങൾ പലർക്കും സബ് കോൺഷ്യസ് ലെവലിൽ അസ്വസ്ഥത സൃഷ്ടിക്കും. അതിനാൽ അവർക്ക് വലിയ അവസരങ്ങൾ കിട്ടുമ്പോൾ പോലും അവർ തന്നെ അതിൽ നിന്ന് പിന്മാറും. ഉദാഹരണത്തിന്, ചിലർക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ പക്ഷെ അവരത് നിരസിക്കും. ചിലർക്ക് ബിസിനസ് തുടങ്ങാൻ കഴിയും, പക്ഷെ അവർ അത് നീട്ടിക്കൊണ്ടിരിക്കും. ഈ രീതിയിൽ സക്സസിനെ ഭയപ്പെടുമ്പോൾ ഫിനാൻഷ്യൽ ഗ്രോത്ത് നാച്ചുറലി സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുക. കാരണം വെൽത്ത് സാധാരണയായി സക്സസിനൊപ്പം വരുന്നതാണ്. അതുകൊണ്ട് സക്സസിനെ ഒരു ബേർഡനായി കാണാതെ
അതൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയായി കാണാൻ മനസ്സ് പരിശീലിപ്പിച്ചെടുക്കുക. 5ാമത്തെ മണി ബ്ലോക്കാണ് ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. പലരും ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. എനിക്കതില്ല, എനിക്കിത്ര പണമില്ല, മറ്റുള്ളവർക്ക് കൂടുതലുണ്ടല്ലോ എന്നിങ്ങനെയുള്ള പലതരം നെഗറ്റീവ് ചിന്തകൾ. ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റിലാണ് കഴിയുന്നത്. പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് മാറും. നമ്മൾ ഇതിനകം ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ, ഇൻകം സോഴ്സ്, സപ്പോർട്ട് സിസ്റ്റം ഇവയെല്ലാം തിരിച്ചറിയാൻ തുടങ്ങും. ഈ മൈൻഡ് സെറ്റ് ചേഞ്ച് വളരെ പ്രധാനമാണ്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ വന്നു ചേരുന്നതിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് വെൽത്ത് അട്രാക്ട് ചെയ്യാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ശക്തമായ മെൻ്റൽ പ്രാക്ടീസാണ്. 6ാമത്തെ മണി ബ്ലോക്കാണ് കമ്പാരിസൺ. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാരണം ഇത് വളരെയധികം സാധാരണമാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റ്സ്, ലൈഫ് സ്റ്റൈൽ, വെൽത്ത് എന്നിവയെ കാണുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ജീവിതം അവരുമായി കമ്പയർ ചെയ്യാൻ തുടങ്ങും. ഈ കമ്പാരിസൺ പലപ്പോഴും ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. നമ്മൾ നമ്മുടെ പ്രോഗ്രസ് കാണാതെ മറ്റുള്ളവരുടെ സക്സസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് മോട്ടിവേഷൻ നൽകുന്നതിനേക്കാൾ പലപ്പോഴും ഡിസ്കറേജ്മെൻ്റ് ആയിരിക്കും സൃഷ്ടിക്കുക. ഓരോ വ്യക്തിയുടെയും ജേർണി വ്യത്യസ്തമാണ്. ഫിനാൻഷ്യൽ ഗ്രോത്തിനും സമയവും സാഹചര്യങ്ങളും വ്യത്യസ്തപ്പെടും. അതുകൊണ്ട് കമ്പാരിസൺ കുറിച്ച് സ്വന്തം പ്രോഗ്രസ്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് വെൽത്ത് മൈൻഡ് സെറ്റ് വികസിപ്പിക്കാൻ സാധിക്കും. നമുക്ക് ലഭിച്ചിട്ടുള്ള അച്ചീവ്മെൻറ്റ്സിലും വെൽത്തിലും നമ്മൾ സന്തുഷ്ടരാകുക. 7ാമത്തെ മണി ബ്ലോക്കാണ് ലാക്ക് ഓഫ് ക്ലിയർ ഫിനാൻഷ്യൽ ഗോൾ. ഒരു വ്യക്തമായ സാമ്പത്തികമായ ലക്ഷ്യമില്ലാതിരിക്കുക എന്നുള്ളതാണിത്. പലർക്കും എനിക്ക് കൂടുതൽ പണം വേണം എന്നൊരു വേഗമായിട്ടുള്ളൊരാഗ്രഹം മാത്രമേ ഉണ്ടാകൂ. പക്ഷെ എത്ര പണം വേണം, എപ്പോൾ വേണം, എന്തിനു വേണം എന്നതിലൊരു വ്യക്തത ഉണ്ടാകണമെന്നില്ല. ഒരു വ്യക്തമായ ഗോൾ ഇല്ലെങ്കിൽ എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. അതൊരു ഡയറക്ഷൻ ഇല്ലാത്ത യാത്ര പോലെയായിരിക്കും. ഒരു വ്യക്തമായ ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്ലാനിങ് ചെയ്യാൻ തുടങ്ങൂ. വ്യക്തമായ ഫിനാൻഷ്യൽ ഗോൾ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് വെൽത്ത് ബിൽഡ് ചെയ്യാൻ സ്പെസിഫിക് ഫിനാൻഷ്യൽ വിഷൻ അഥവാ ഗോൾ വളരെ പ്രധാനമാണ്. പറയുന്നവയിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരുന്നതിന് തടയുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ഇന്നു മുതലേ ചെയ്തു തുടങ്ങേണ്ടതാണ്. മണി ബ്ലോക്ക് മാറ്റാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് തിരിച്ചറിവ് എന്നുള്ളത്. നമ്മൾ പണത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. പണം സമ്പാദിക്കാൻ ബുദ്ധിമുട്ടാണോ? ധനികനായ ആളുകൾ നല്ലവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് എൻ്റെ ചിന്ത? പണത്തെക്കുറിച്ചുള്ള എൻ്റെ ചിന്ത എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മണി ബ്ലോക്ക് മാറ്റാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നമ്മുടെ മണീനെ കുറിച്ചുള്ള ബിലീഫ് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾ ഈ സെറ്റ് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ബിലീഫ്സിന് ജസ്റ്റ് ഓപ്പോസിറ്റായി പുതിയ പോസിറ്റീവ് ചിന്തകൾ വളർത്തിയെടുക്കുക. ഉദാഹരണത്തിന്, പണം സമ്പാദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള ചിന്ത നിങ്ങളിലുണ്ടെന്ന് കരുതുക. ഈ ചിന്തയ്ക്ക് പകരം നിങ്ങൾ പണം സമ്പാദിക്കാൻ പല അവസരങ്ങളും ഉണ്ട് എന്നുള്ള ചിന്ത വളർത്തിയെടുക്കണം. എനിക്ക് പണം ലഭിക്കാൻ അർഹതയില്ലെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണെന്നുള്ള ചിന്ത വളർത്തിയെടുക്കണം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് വിശ്വാസങ്ങൾ മാറ്റിയെടുക്കാൻ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ആവശ്യമാണ്. മണി ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ വളരെ പവർഫുള്ളായുള്ള പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലർക്കും ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. ഇതിന് പകരം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിലേക്ക് വളരെ വേഗത്തിൽ പണം എത്തിച്ചേരും. അതിനായി നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല അനുഗ്രഹങ്ങളുണ്ടോ അവയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഉള്ള ജോലിക്ക്, ലഭിക്കുന്ന ഇൻകത്തിന്, പഠിക്കാൻ ലഭിച്ച അവസരങ്ങൾ തുടങ്ങി എന്തൊക്കെ നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അത് വളരെ നിസ്സാരമാണെന്ന് നിങ്ങൾക്ക് തോന്നാം. ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ഇനി ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വ്യക്തമായ ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ മണി ബ്ലോക്ക് റിമൂവ് ചെയ്യാൻ ക്ലിയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡയറക്ടർ വളരെ അത്യാവശ്യമാണ്. എനിക്ക് പണം വേണമെന്ന് ഒന്ന് വേഗമായിട്ട് ചിന്തിക്കാതെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തമായ ഗോൾ ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് അടുത്ത 2 വർഷത്തിനുള്ളിൽ ഒരു സർട്ടൈൻ എമൗണ്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 2 വർഷത്തിനുള്ളിൽ 5 വർഷത്തിനുള്ളിൽ എനിക്ക് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു വ്യക്തമായൊരു ഫിനാൻഷ്യൽ ഗോളാണ്. ആ ഗോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിനു വേണ്ടി പണിയെടുത്തു തുടങ്ങും. ഇതിനോടൊപ്പം നിങ്ങൾ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിനതീതമായി പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സുഹൃത്തുക്കളെ, ബാഹ്യമായ സാഹചര്യങ്ങൾക്കാൾ പ്രധാനം നിങ്ങളുടെ ആന്തരികമായ ബോധ്യങ്ങളാണ്. നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരുന്നത് തടയുന്നതിനുള്ള കാരണം. നിങ്ങളുടെ മനസ്സിനെ സമൃദ്ധിയിലേക്ക് ട്യൂൺ ചെയ്താൽ പണം ഒരു കാന്തം പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏത് ബ്ലോക്കാണ് നിങ്ങളെ തടയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ